1 കിലോ കേര, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി പേസ്റ്റ്. നമുക്കന്നേരം കേരക്കറിയിലേക്ക് പോയാലോ? H&H വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേരക്കറിയാണ്. ഒരു വെറൈറ്റി രീതിയിലാണ് ഞാനിന്ന് കേരക്കറി വയ്ക്കാൻ പോകുന്നത്. അത് തക്കാളി സവോളയും കൂടി വരട്ടി അത് പേസ്റ്റാക്കിയെടുത്ത പേസ്റ്റിലാണ് ഈ കേര ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് 1 കിലോ കേര എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, 3 കഷ്ണം പച്ചമുളകും 2 കുടംപുളിയുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞത്. ഈ പേസ്റ്റാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് തക്കാളിയും സവോളയും കൂടി വരട്ടിയെടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് അരച്ച പേസ്റ്റാണ്. അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഇതാണ് നമ്മുടെ കേര കഴുകി വൃത്തിയാക്കിയാണ്. ഈ 3 ഐറ്റം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കേരക്കറി റെഡി. ആദ്യമായിട്ട് ഒരു ചട്ടി എടുത്ത് വെച്ച് ചൂടാക്കുക. നന്നായി ചൂടായതിന് ശേഷം 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ഒന്ന് ചൂടായി വരുമ്പോൾ 1 സ്പൂൺ കടുകും 1 സ്പൂൺ ഉലുവയും കൂടി ചേർക്കുക. ഇത് നന്നായി എണ്ണ ചൂടാകുമ്പോൾ ഇത് നന്നായി പൊട്ടി വരും. പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ ആ ചേരുവ, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ആ ചേരുവ, ഉള്ളി, എല്ലാ ചേരുവകളും ചേർത്ത് കൊടുക്കാം. കുടംപുളി മാത്രം ഇപ്പോൾ ഉപയോഗിക്കേണ്ട. നമുക്ക് ഗ്രേവി ചേർത്തതിന് ശേഷമാണ് കുടംപുളി ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്നും ജസ്റ്റ് ഒന്ന് വാടി വരണം. വാടിയൊന്ന് അതിൻ്റെ പച്ചപ്പൊന്ന് മാറണം. അതുവരെ എണ്ണയിലിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. വരട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ഗ്രേവി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്താണ്, തക്കാളിയും സവോളയും കൂടി പേസ്റ്റാക്കി എടുത്താണ്. അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്താണ് ഞാൻ അരച്ചേക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കുന്നു. മൂപ്പിച്ചെടുക്കുമായിരുന്നു, പൊടികളെല്ലാം മൂപ്പിച്ചതും കൂടിയായിരുന്നു. എന്നിട്ട് നന്നായിട്ട് ഈ എണ്ണയിലിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. വരട്ടിയെടുത്തിട്ട് ഒരു എണ്ണ തെളിയുന്ന ഒരു 2 മിനിറ്റോളം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പൂണിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ജാറിൽ ബാക്കിയുണ്ടായിരുന്ന അരപ്പും കൂടി ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് ആ അരപ്പിൻ്റെ മിക്സും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അധികം വെള്ളം വേണ്ട, ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കുറുകിയെടുക്കുന്ന കറിയാക്കി എടുക്കാൻ വേണ്ടിയാണ്. 2 കുടംപുളിയും കൂടി ചേർത്ത് കൊടുത്തു. 2 കുടംപുളിയും ഞാനിതിൽ ചേർത്തുള്ളൂ. കാരണം തക്കാളി നല്ല പുളിയുള്ള തക്കാളിയാണ്. അന്നേരം ഓൾറെഡി നല്ല ഗ്രേവിക്ക് നല്ല പുളി കാണും. അതുകൊണ്ടാണ് 2 കുടംപുളി മാത്രം ചേർത്തത്. സാധാരണ ചൂരയാണേലും കേരയാണ്, മാംസമുള്ള മീൻ വയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും പുളി നന്നായിട്ട് നിൽക്കണം. എന്നാലേ ഉള്ളൂ മീനിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 2 കുടംപുളി ചേർത്തത്. നന്നായിട്ട് തിള വന്നു കഴിയുമ്പോൾ നമ്മുടെ മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞ് എല്ലാ മീനും അതിലോട്ട് ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തിലോട്ടും ഗ്രേവി എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം മീനിട്ടതിന് ശേഷം. അത് കഴിഞ്ഞിട്ട് ഒരു തിള വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. മീൻ ഇട്ട് കഴിയുമ്പോൾ ഉടനെ ആ തിള നിൽക്കും. അത് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പൊടിഞ്ഞൊന്നും പോയാൽ കേര പെട്ടെന്ന് ചൂടിലോട്ട് ഇടുമ്പോൾ അത് പെട്ടെന്ന് മാംസം കട്ടിയാവും. അതുകൊണ്ട് പൊടിഞ്ഞൊന്നും പോയാൽ ഒന്നുകൊണ്ടൊന്ന് സ്പൂണിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു തിള വരും. ആ തിള വന്നു കഴിയുമ്പം നമ്മൾ അടച്ച് വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് നന്നായിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് നന്നായിട്ട്, അല്ലെ 10 മിനിറ്റ് മതി. ഓൾറെഡി പെട്ടെന്ന് കുക്കാകുന്ന മീനാണ്. അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഞാൻ കുറച്ച് കരിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം കണ്ടോ നല്ല തിളയൊക്കെ വന്നു. ഒരു 15 മിനിറ്റ് ആയിപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ പറ്റിയിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞിരിക്കുന്നുണ്ടോ സൈഡുകളിലൊക്കെ. അങ്ങനെ എണ്ണ എല്ലാ സൈഡിലോട്ട് എണ്ണ ഇങ്ങനെ നമ്മൾ ഒഴിച്ച എണ്ണയും മീനിലെ നെയ്യും എല്ലാം കൂടി ഇങ്ങനെ സൈഡിലേക്ക് മാറി നിൽക്കും. ഇതാണ് പാകം. മീൻ എപ്പോഴും പൊങ്ങി നിൽക്കുകയും വെള്ളം താന്ന് പറ്റിയ, അതാണ് കണക്ക്. നേരം സൈഡിലേക്ക് നന്നായിട്ട് ഇതുണ്ട്, എണ്ണ നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട്. ഇതാണ് പാകം. അപ്പോഴേക്കും നമ്മൾ ഓഫാക്കുക.
എന്നിട്ട് നല്ല കട്ടിയായിട്ടുള്ള നല്ല മാംസത്തിനൊക്കെ നല്ല കട്ടിയായിരിക്കും. ഉടനെ തന്നെ കൂട്ടുകയാണെങ്കിൽ ഇത്തിരി പുളിയൊക്കെ കുറവായിരിക്കും. പക്ഷെ അതൊരു ദിവസവും കൂടി ഇരുന്ന് ഇതിപ്പം അടുത്ത ദിവസം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് കേരയും ചൂരയൊക്കെ എപ്പോഴും തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കൂട്ടുന്നതായിരിക്കും ഏറ്റവും രുചി. അപ്പം തന്നെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മാംസത്തിലേക്ക് പുളി പിടിക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. പക്ഷെ നല്ല ഗ്രേവിക്കൊക്കെ നല്ല പുളിയും ഉപ്പും ഉണ്ടായിരിക്കും. മീനിന് പിടിക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അങ്ങനെ നമ്മുടെ ഗ്രേവി കേരക്കറി റെഡിയായിട്ടുണ്ട്. അന്നേരം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം.